15 അടി താഴത്തിൽ നിന്ന് ആരോ വീണ് കിടക്കുന്നു എന്നാണ് ആദ്യം മനസ്സിലാക്കിയത്. പിന്നെയാണ് അത് ഉമാ തോമസ് എന്നറിയുന്നത് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ഉമാ തോമസിനെ വാരിയെടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ജയകുമാർ വിദഗ്ധ സംഘം, ജയകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് റെനി മെഡിസിറ്റിയിൽ എത്തിയിരിക്കുന്നത്. പൂർണ്ണ ആരോഗ്യവതിയായി ജീവനോടെ തന്നെ പൂർണ്ണ ആരോഗ്യവതിയായി ഉമാ തോമസ് തിരിച്ചു വരട്ടെ, നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഗുരുതരമായ വീഴ്ചയാണ്. ഒരു മന്ത്രി പങ്കെടുക്കുന്ന പരിപാടി, കുട്ടികൾ പങ്കെടുക്കുന്ന പരിപാടി, ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പരിപാടി, ഈ പരിപാടിയിൽ വെറും നിസ്സാരമായി കണ്ടുകൊണ്ട്, അതായത് മന്ത്രി സജി ചെറിയാനല്ലേ വരുന്നത്, ഇത്രയൊക്കെ മതി, ഇതിലപ്പുറമുള്ള സജ്ജീകരണങ്ങളൊന്നും വേണ്ട, ഉമാ തോമസ് MLA അല്ലേ, അല്ലെങ്കിൽ കുട്ടികളല്ലേ, ഈ ഒരു സജ്ജീകരണവും ഈ ഒരു എന്താ പറയുക സുരക്ഷയൊക്കെ മതി, ഇതിൽ കൂടുതലൊന്നും വേണ്ട എന്നാണ് സംഘാടകർ കരുതിയത്. ഇപ്പോൾ നമ്മുടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു ആ പരിപാടി ഉദ്ഘാടനത്തിനെത്തിയതെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമോ സുരക്ഷ? അദ്ദേഹം ഒന്നുകിൽ ഏകദേശം 40ഓളം വണ്ടി അകമ്പടിയായിട്ടുണ്ട്, ആംബുലൻസ് ഉണ്ട്, അദ്ദേഹത്തിനോടൊപ്പം സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. മുഖ്യമന്ത്രിയാണ് ആ പരിപാടിയിൽ വരുന്നതെങ്കിൽ മൊത്തം അടച്ചു കെട്ടി കർശനമായ സുരക്ഷ ഒരുക്കി. അതെന്താ, ഉമാ തോമസിൻ്റെ ജീവനും അല്ലെങ്കിൽ അവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ ജീവനും പിണറായിയുടെ ജീവനും തമ്മിൽ വ്യത്യാസമുണ്ടോ? അല്ല, ധന്യ ചോദിച്ചത് ഒരു പ്രസക്തമായ ചോദ്യം തന്നെയാണ്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു ഇന്നലെ കല്ലൂർ സ്റ്റേഡിയത്തിൽ ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി വരുന്നതെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമായിരുന്നു എന്ന് പോലും സംശയമാണ്. കാരണം അവിടെ വളരെ കൃത്യമായ സുരക്ഷാ പരിശോധനകളും മുൻകൂറായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യുമായിരുന്നു. എല്ലാ കാര്യങ്ങളിലും കൃത്യമായ ഇടപെടലുകൾ അവിടെ നടക്കുമായിരുന്നു, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഈ സംഘാടകരുടെ ഭാഗത്തു നിന്നും ഫയർഫോഴ്സും പോലീസും ഉൾപ്പെടെയുള്ള ആളുകൾ, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ സുരക്ഷ വിലയിരുത്തുന്ന പ്രത്യേക സംഘമുണ്ട്. അവരെല്ലാം കൃത്യമായി റിപ്പോർട്ട് തേടിയ ശേഷം അവിടെയുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷം മാത്രമായിരുന്നു ഇങ്ങനെ ഒരു പരിപാടി നടത്തുക. പക്ഷേ ഇവിടെ പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ GCDA ഈ പറയുന്ന എന്താണ് നമ്മുടെ ഈ ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് അതിന്റെ ചുമതലയുള്ള GCDAക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. ഒപ്പം അതോടൊപ്പം തന്നെ സംഘാടകർക്ക് ഏറ്റവും ഗുരുതരമായിട്ടുള്ള പരിക്ക് അല്ലെങ്കിൽ എന്താണ് വീഴ്ച ഈ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മൃദംഗ വിഷ്ണുമായി ബന്ധപ്പെട്ട് അവർക്ക് അവരുടെ പരിപാടി മാത്രമായിരുന്നു മുഖ്യം എന്നുള്ള രീതിയിലാണ് അവർ പെരുമാറിയിരുന്നത്. അതായത് അവിടെയുള്ള ആളുകളുടെ ജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത തരത്തിലുള്ള സജ്ജീകരണങ്ങൾ മാത്രമാണ് അവിടെ അവർ ഒരുക്കിയത്. ഏതൊരു മനുഷ്യനും കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിലേക്ക് അത്രയ്ക്ക് അബദ്ധമായ രീതിയിലുള്ള ഒരു സ്റ്റേജ് കെട്ടി ആ സ്റ്റേജിൻ്റെ മുകളിലേക്ക് VIP-കളായിട്ടുള്ള ആളുകളെ കൊണ്ടുചെന്നിരുത്തുമ്പോൾ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഞെട്ടിപ്പോകും. കാരണം ഇവർക്ക് ഈ പരിപാടിയിലൂടെ ഒരു ഗിന്നസ് റെക്കോർഡ് കിട്ടുക, അതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ അവർ ചിന്തിച്ചിരുന്നില്ല എന്നുള്ളതും ഈ പോലീസ് ഇതിന് അനുമതി കൊടുത്തു എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിക്കുന്നത്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്നുവെങ്കിൽ എന്നൊരു ചോദ്യം തന്നെ ചോദിച്ചതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ജീവന് മാത്രമായിരുന്നില്ല വില, മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആരോ ആയിക്കോട്ടെ ആരെങ്കിലുമാണ് വരുന്നതെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം അവിടെ സംഭവിക്കില്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവരുടെ ഒരു അശ്രദ്ധ കൊണ്ട് മാത്രമാണ് ഒരു ജനപ്രതിനിധിയുടെ അത്രയ്ക്ക് വിലപ്പെട്ട ജീവൻ, അവരുടെ ആരോഗ്യം ഒക്കെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. നമ്മൾ അവർ രക്ഷപ്പെട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പോലും തലച്ചോറിനേറ്റിട്ടുള്ള ഗുരുതരമായ ക്ഷതം, അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ശ്വാസകോശത്തിനേറ്റിട്ടുള്ള ക്ഷതം, ഇതൊക്കെ വളരെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് നിലവിലുള്ളത്. അപ്പോൾ എന്ത് തന്നെയായാലും ഈ പറയുന്ന ക്ഷതങ്ങളിൽ നിന്നൊക്കെ അവർ മുക്തരായി വരാൻ എത്ര സമയമെടുക്കും എന്നുള്ളത് പോലും, അതായത് ജീവൻ രക്ഷപ്പെട്ടാലും ഇതിൽ നിന്ന് മുക്തരായി വരാൻ എത്ര സമയമെടുക്കും എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ട ഒരു അവസ്ഥയാണ്. അത് മാത്രമല്ല MP ഹൈബി ഈഡൻ, സജി ചെറിയാൻ ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രി, ഇവരൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷമാണ് ഉമാ തോമസിനെ കാണാനായി അവിടെ എത്തിയത്. അതായത് പരിപാടിയാണ് മുഖ്യം, അത് കഴിഞ്ഞിട്ട് ഉമാ തോമസിനെ കണ്ടാൽ മതി എന്നുള്ളൊരു നിലപാട് സജി ചെറിയാനും ഹൈബി ഈഡനും ഒക്കെ എടുത്തു. അതങ്ങനെ ഇരിക്കട്ടെ. ഇത് മനോരമ ചാനലിൽ ഈ വാർത്ത വന്നതിന് പിന്നാലെ ചില കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു. അതിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ രീതിയിലുള്ള പ്രതികരണമൊക്കെ നടത്തിയിട്ടുണ്ട്. അതിൽ 1-2 കമൻറ്റ് ഇങ്ങനെയായിരുന്നു. ഒരു ഷാജി K എന്ന് പറയുന്ന ഒരാളിട്ടതാണ്, പതുക്കെ പോയാൽ മതി, ആർക്കാണ് ഇത്ര ധൃതി. ലിയോ പൗലോസ് പോൾ എന്ന് പറയുന്ന ഒരാളിട്ടിരിക്കുന്നത്, ആർക്കാണ് ഇത്ര ധൃതി, സീരിയസ് ആണോ. മറ്റൊരാൾ റഫീഖം പാലക്കാട്, ആ ഐഡിയിൽ നിന്ന് വന്നത്, ആംബുലൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്തിനാണ് ഇത്ര ധൃതി പിടിച്ച് കൊണ്ടുപോകുന്നത്. ഹനീഫ TML, ധൃതി വേണ്ട, പതുക്കെ പോണം. ഷീബ പുതിയേരത്ത്, ഭയം വേണ്ട, ജാഗ്രത മതി.
അതായത് ഒരു മനുഷ്യജീവൻ മരണത്തോട് മല്ലിട്ട് കിടക്കുമ്പോഴും ഇവനൊക്കെ എന്ത് കമൻറ്റുകളിലൂടെ എന്താണ് ഇവനൊക്കെ പറയാൻ ശ്രമിക്കുന്നതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ജീവൻ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ച് ആ ജീവനെ രക്ഷിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും. അതിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലോ ഏത് കക്ഷി മത രാഷ്ട്രീയ എന്തുമാകട്ടെ, ഒരു ജീവൻ അത് രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടയ്ക്കാണ് ഇത്തരം വൃത്തികെട്ട കമൻറ്റുകളുമായി ഓരോരുത്തർ വരുന്നത് എന്നാണ്. അതിന് രാഹുൽ മാങ്കൂട്ടത്തിലിട്ടിരിക്കുന്ന പോസ്റ്റാണ്. അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീ ഗുരുതരമായി പരിക്കുപറ്റി ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനെ പറ്റിയുള്ള വാർത്തയുടെ പ്രതികരണമാണ്. ഈ നികൃഷ്ട ജന്മങ്ങൾ പിന്നെയും പാടും മനുഷ്യനാകണം. ആദ്യം ഇവരൊക്കെ മൃഗമെങ്കിലുമാകട്ടെ, എന്നിട്ട് മനുഷ്യരാകാൻ ശ്രമിക്കട്ടെ. ഇങ്ങനെ തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കാരണം എന്തിനാണ് ഇത്രയും ധൃതി പിടിച്ച് കൊണ്ടുപോകുന്നത്? ആംബുലൻസിൻ്റെ ആവശ്യം എന്താണ്? എന്തിനാണ് നിങ്ങൾ ഇത്രയും തിടുക്കപ്പെടുന്നത്? പതുക്കെ എടുത്തോണ്ട് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ഇവൻ്റെയൊക്കെ അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയാണ്. അവർ ഏത് രാഷ്ട്രീയത്തെ ആശയങ്ങൾ മനസ്സിലുള്ളവരോ ആകട്ടെ, അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തിലെ ആശയങ്ങൾ പിന്തുടരുന്നവരോ ആകട്ടെ, ഇത്തരത്തിലുള്ള കമൻറ്റുകളാണോ ഈ സമയത്ത് വരേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാവ് മനുഷ്യനാകണം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ ഇവരുടെയൊക്കെ രാഷ്ട്രീയം എന്താണ് എന്നുള്ളത്. ഇവരുടെയൊക്കെ പാർട്ടിയിൽ ആരെങ്കിലുമാണ് ഇത്തരത്തിൽ ഗുരുതരമായ വീഴ്ചയിലൂടെ മാരകമായ പരിക്കേറ്റ് ജീവൻ പോലും തിരിച്ചു കിട്ടുമോ എന്നറിയാതെ 24 മണിക്കൂർ കഴിയണമെന്ന് ഡോക്ടർമാർ പറഞ്ഞ് പിന്നെ വളരെ വേദനയോടെ ഓരോ പാർട്ടി പ്രവർത്തകരും കുടുംബാംഗങ്ങളും അണികളും അവരെ സ്നേഹിക്കുന്നവരും ഒക്കെ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമോ? ഈ ഒരു അതായത് മനുഷ്യനാകണമെന്നുള്ള പാട്ടില്ലേ, ആ സോങ്ങില്ലേ, അതിൽ അവർ പറയുന്നുണ്ട്, ഉയർച്ച താഴ്ചകൾക്ക് അതീതമായ സ്നേഹമേ നിനക്ക് ഞങ്ങൾ പേരിടുന്നതാണ് മാർക്സിസം. നല്ലതാണ്. ഇത്തരത്തിലുള്ള കമൻറ്റുകൾ ചെയ്യുന്ന ഓരോ ആളുകളും കൃത്യമായി ആലോചിക്കേണ്ട കാര്യമാണ്. ഈ ഉമാ തോമസ് എന്താ ചെയ്ത തെറ്റ്? ഉമാ തോമസ് ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് കേരളയുമായി ബന്ധപ്പെട്ട് അവരൊരു കാര്യം പറഞ്ഞു. ഇത്ര ധൃതിയിൽ, അതായത് കൂറ്റനാട് നിന്ന് അപ്പം എടുത്തുകൊണ്ട് നേരെ കൊച്ചിയിൽ പോയി വിറ്റ് ഒരു ചായയും കുടിച്ച് തിരിച്ചു വരാമെന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞപ്പോൾ ആ ഒരു കാര്യത്തിനോട് ഉമാ തോമസ് പ്രതികരിച്ചൊരു കാര്യമായിരുന്നു. ഇത്ര ധൃതിയിൽ പോയിട്ട് വരണോ എന്നൊരു ചോദ്യം ഉമാ തോമസ് ചോദിച്ചു. അതിനെതിരെയാണ് പറയുന്നത്, നിങ്ങൾക്ക് ആർക്കാണ് ഇത്ര ധൃതി? എന്തിനാണ് ഇത്ര വേഗം എടുത്തുകൊണ്ട് പോകുന്നത്? ഇത്ര ധൃതിയിൽ പോകണമായിരുന്നു. നോക്കൂ, കേരളയിലുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞതിനെ ഇതിനോട് ഉപമിക്കേണ്ട കാര്യം എന്താണ്? ഇത്രയും വൃത്തികെട്ട രീതിയിൽ കമൻ്റ് ഇടുക. എന്നിട്ട് ഇന്നലെ ഉമാ തോമസിനെ മെൻഷൻ ചെയ്തുകൊണ്ട് കുറേ സൈബർ അണികൾ പോയിട്ട് ഉമാ തോമസ് നിങ്ങൾ വേഗം തിരിച്ചു വരട്ടെ, പക്ഷെ നിങ്ങൾ പറഞ്ഞിരുന്ന കാര്യം ഓർമ്മയുണ്ടോ? നിങ്ങൾ ഇത്ര വേഗം ധൃതി എന്താണെന്ന് ചോദിച്ചിരുന്നല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ ICUവിൽ ബോധമില്ലാതെ കിടക്കുകയാണ്. അപ്പോഴാണ് അവരെ മെൻഷൻ ചെയ്തുകൊണ്ട് കുറേ സൈബർ അണികൾ, പിന്നെ അന്തം കമ്മികൾ എന്ന് പറയുന്ന ആളുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവർ പാടുകയും ചെയ്യും മനുഷ്യനാകണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ ചോദിക്കുന്നത്, ഇവർക്കൊക്കെ സാമാന്യമായ വിവരമില്ലേ എന്നുള്ളതാണ്. ഒരു മനുഷ്യത്വവും ഇവർക്കില്ല. രാഷ്ട്രീയ ചിന്ത കയറി കഴിഞ്ഞാൽ ഒരു മനുഷ്യത്വവും ഇവർക്കില്ല. അതെ, അന്തം കമ്മി. മൃഗങ്ങൾക്ക് പോലും സ്വന്തം ഇണയ്ക്കോ അല്ലെങ്കിൽ സ്വന്തം എന്താ പറയുക വർഗത്തിലുള്ളവർക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ മൃഗങ്ങൾക്ക് പോലും ഉണ്ടാകുന്ന ചില വൈകാരിക ഭാവങ്ങളുണ്ട്. പലരും അത് തുറന്ന് കാട്ടിയിട്ടുമുണ്ട്. പക്ഷെ അത്ര പോലും മൃഗങ്ങളുടെ പോലും മനസ്സിലാത്ത ഇവനെയൊക്കെ എന്താണ് വിളിക്കേണ്ടത് എന്നുള്ളത് അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. ആദ്യം നിങ്ങൾ മനുഷ്യരല്ല, നിങ്ങൾ മൃഗങ്ങളെങ്കിലും ആകൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. പിണറായി വിജയന്റെ ജീവൻ മാത്രമല്ല കേരളത്തിലെ ഏറ്റവും വലുത്. എല്ലാ ജനങ്ങളുടെ ജീവനും വലുത് തന്നെയാണ്. എല്ലാവരുടെ ജീവനും സുരക്ഷയുടെ ആവശ്യമുണ്ട്. പിണറായി വരുമ്പോൾ മാത്രം കൊട്ടി അടച്ചുകൊണ്ട്, പിണറായിക്ക് മാത്രം സുരക്ഷ ഒരുക്കിക്കൊണ്ട്, പിണറായിക്ക് മാത്രം സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സംഘാടകരോടാണ് എല്ലാ മനുഷ്യ ജീവനും വിലയുണ്ടെന്ന് നിങ്ങൾ ഓരോരുത്തരും ഓർത്താൽ നന്ന്. അല്ല, ഞാനൊരു അവസാനമായ സംശയം ചോദിക്കട്ടെ. ഈ കേരളയിൽ വന്നിരുന്നെങ്കിൽ ഉമാ തോമസിനെ ഈ പറയുന്ന സ്റ്റേഡിയത്തിൽ നിന്ന് കേരളയിൽ കയറ്റി നേരെ റെനെ മെഡിസിറ്റിയിലോ അല്ലെങ്കിൽ ലിസി ആശുപത്രിയിലോ എത്തിക്കുമായിരുന്നോ? എനിക്കറിയില്ല. ഇവരെന്താണ് ഈ പറയുന്നത് ഉദ്ദേശിക്കുന്നത് പോലും അവർക്ക് തന്നെ അറിയില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കഷ്ടമെന്ന് പറയുന്നത്. എന്തായാലും ഇത്തരം വൃത്തികേടുകൾ വിളിച്ചു പറയുന്ന ആളുകൾക്കെതിരെ കേരള ജനസമൂഹമുണ്ടല്ലോ, അവരുടെ ഉള്ളിൽ ചിലത് കുറിച്ചിടും എന്ന കാര്യത്തിൽ അവർ ഒരു സംശയവും വിചാരിക്കേണ്ട. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടറിയാം.